ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മ തൻ്റെ ശരീരത്തോടും ആത്മാവോടുമൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു? തീർച്ചയായിട്ടും ഇത് വലിയൊരു ധ്യാന വിഷയമാണ്. എന്നാൽ ചുരുക്കത്തിൽ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലെ എളിമ കൊണ്ടും അനുസരണ കൊണ്ടും ജീവിതം കൊണ്ടും സഹനം കൊണ്ടും എല്ലാം അവൾ ഈ ഭൂമിയെ, ആ ഭൂമിയുടേതായിട്ടുള്ള പ്രലോഭനങ്ങളെ എല്ലാം അവൾ അവഗണിച്ച് പരാജയപ്പെടുത്തി. ഈ ലോകത്തിന്റെ ആയിട്ടുള്ള ഒന്നും അവളെ സ്വാധീനിക്കുവാനായിട്ട് സാധിച്ചില്ല. ആയതിനാൽ അവളുടെ ശരീരവും ഹൃദയവും ആത്മാവും ഒരിക്കലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയിലേക്ക് പരിമിതപ്പെടുന്നില്ല. മറിച്ചോ അവളുടെ ആത്മീയത, അവൾ ആരിലാണോ വിശ്വാസം അർപ്പിച്ചത്, ആ വിശ്വാസം അർപ്പിച്ചവനിലേക്ക് അവളുടെ ശരീരവും ഹൃദയവും മനസ്സും ആത്മാവും എത്തിച്ചേരുകയാണ് ചെയ്തത്. ആ തിരുനാളാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ അടിമപ്പെടാതെ എളിമ കൊണ്ടും അനുസരണ കൊണ്ടും വിശ്വാസം കൊണ്ടും പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു.